അത് 100 വർഷത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിനത്രത്തോളം സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. രണ്ടാമത്തൊരു പ്രത്യേകത, നമ്മുടെ ഈ മഹിതമായ പ്രസ്ഥാനം അത് പുതിയ ഒരാശയപ്രചാരണവുമായിട്ടല്ല കടന്നു വന്നിട്ടുള്ളത്. നിലവിലുള്ള ഇസ്ലാമിക വിശ്വാസാചാരങ്ങളെ പ്രാമാണികമായി സമൂഹത്തിനകത്ത് പറയുകയും പ്രചരിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യാൻ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം രൂപീകരിച്ചതും പ്രവർത്തനം ആരംഭിച്ചതും. ആദർശപരമായ കാര്യങ്ങൾക്കാണ് സ്വാഭാവികമായും അത്തരമൊരു പ്രസ്ഥാനം പ്രാമുഖ്യം നൽകുക. ഈ 100 വർഷ കാലയളവിനിടയിൽ ഇന്നുവരെ ആദർശപരമായ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കി ഈ പ്രസ്ഥാനം മുന്നോട്ടു പോകേണ്ടി വന്നു എന്ന് എതിരാളികൾക്ക് പോലും ആരോപണമില്ലാത്ത വിധം വളരെ സത്യസന്ധമായി ആ വിശുദ്ധ ആദർശത്തോട് ബാധ്യത നിർവഹിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികത്തിലേക്ക് എത്തുന്നത്. ഈ 100 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ മതരംഗത്ത് വന്നിട്ടുള്ള ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ, ആശയപ്രചാരകർ, വ്യക്തികൾ, അതുമായി ബന്ധപ്പെട്ട മറ്റു പല സംരംഭങ്ങൾ, അതിൻ്റെ ശരിതെറ്റുകൾ യഥാസമയം ഈ സമൂഹത്തിനകത്ത് നിർണയിച്ചു കൊടുക്കാനും ബോധവൽക്കരിക്കാനും സമസ്തക്ക് സാധിച്ചു. പല പ്രസ്ഥാനങ്ങളെയും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അത് ശരിയല്ല, അതിനെ മുസ്ലിം സമുദായം പിൻപറ്റാൻ പാടില്ല എന്ന് കർശനമായി സമസ്ത പറഞ്ഞു. ഇടയ്ക്കിടെ പല പ്രസ്ഥാനങ്ങളും ഇങ്ങനെ കടന്നു വരുമ്പോൾ പുതിയ പുതിയ ആശയപ്രചാരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ സമൂഹത്തിലെ വിശ്വാസികളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴൊക്കെ യഥാസമയം സമസ്ത കേരള ജംഇയ്യത്തുലും ഇടപെട്ടുകൊണ്ട് അതിൻ്റെ നേരും നിറയും കൃത്യമായി സമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കും. ഇന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളും മറ്റു പ്രചാരണ ഉപാധികളൊക്കെ വികസിച്ചു വന്നത്. നേരത്തെയൊക്കെ മുഷാവറ യോഗം ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുക്കും, ആ തീരുമാനം പരസ്യമായിട്ട് പ്രഖ്യാപിക്കും, പിന്നെ ആ തീരുമാനം വിശദീകരിക്കാൻ വേണ്ടി ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർക്കും. ആ സമ്മേളനത്തിൽ അത് വിശദീകരിച്ചുകൊണ്ട് ആ വിശദീകരണം കേട്ടുകൊണ്ട് അത് കേട്ട ആളുകൾ പിന്നീട് മഹല്ലുകളിൽ, മദ്രസകളിൽ, സ്ഥാപനങ്ങളിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, അതാത് പ്രദേശങ്ങളിൽ ആവശ്യമായവർക്ക് ആ സന്ദേശം കൈമാറിക്കൊണ്ട് സമസ്തയുടെ തീരുമാനം ഇതാണ്, ഇനി അതിന് അവലംബിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് സമൂഹം സ്വയം തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഇത് ഒരു കീഴ്വഴക്കമാണ്. ഇത് കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ശീലമാണ്. അത് സമൂഹത്തിൽ അത്രത്തോളം ഈ പ്രസ്ഥാനത്തിന് വിശ്വാസ്യതയുണ്ടായതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണെങ്കിലും ആശയങ്ങളെക്കുറിച്ചാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമമായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെയും പ്രഖ്യാപനങ്ങളെയും ഒക്കെ അതിനെ യഥാവിധി ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ആളുകൾ ബോധപൂർവം അതിനെ മറച്ചു പിടിക്കാൻ ഇവിടെ പ്രയോഗിക്കുന്ന ഒരു പുതിയ തുറുപ്പിച്ചൂട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിലുള്ള അവാന്തര വിഭാഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സമുദായത്തിനകത്ത് തന്നെ വളർന്നു വന്നിട്ടുള്ള എന്തെങ്കിലും പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, സംരംഭങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ കണിശമായി അകറ്റി നിർത്തുന്ന തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് സമുദായത്തിൽ കൂടുതൽ ഭിന്നിപ്പും വിഭാഗീയതയ്ക്കും കാരണമാകും. ഇന്ന് മുസ്ലിം സമുദായം അനൈക്യപ്പെടേണ്ട സമയമല്ല, സമുദായത്തിൽ വിഭാഗീയത ഉണ്ടാകേണ്ട സമയമല്ല. സമുദായം പരമാവധി ഒരുമിച്ച് നിൽക്കേണ്ട, ഐക്യപ്പെട്ട് നിൽക്കേണ്ട, ഭിന്നിപ്പിനൊന്നും ഒരു പഴുതും കൊടുക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ട ഒരു സന്ദർഭമാണ്. മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് നിൽക്കേണ്ട ഘട്ടമാണ്. ഈ ഉമ്മത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ സമുദായത്തിൽ ഭിന്നിപ്പും അസ്വാരസ്യവും ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ സമസ്തയെ പോലെയുള്ളൊരു പണ്ഡിത സഭ പറയാനും പ്രഖ്യാപിക്കാനും പാടുണ്ടോ എന്ന് നിഷ്കളങ്കമായി ചോദിക്കുന്ന ആളുകളുണ്ട്.
ഞാൻ അത്തരം ആളുകളെ വിമർശിക്കാനോ ആക്ഷേപിക്കാനല്ല ഈ ഭാഗം പറയുന്നത്. നമ്മൾ അറിയേണ്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പിനും അവസരം ഒരുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ തെറ്റിദ്ധരിക്കാൻ അവസരം കൊടുക്കുന്ന ഏത് സാഹചര്യത്തെയും യഥാസമയം അതിനെ അവസാനിപ്പിക്കുക, അതിനെ മൂടിവെക്കുക, അതിനൊരിക്കലും സമൂഹത്തിന്റെ മുമ്പിലേക്ക് തുറന്നു വെക്കാതിരിക്കുക എന്നത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു കണിശമായിട്ടുള്ള സമീപനമാണ്. അത് സമുദായത്തിന് നന്മക്ക് വേണ്ടിയിട്ടുള്ളതാണ്, വിശ്വാസികളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുന്നതിന് ആവശ്യമാണ്, സമുദായത്തിന്റെ ഭദ്രതയ്ക്ക് ആവശ്യമാണ്, സമുദായം മുന്നോട്ട് പോകേണ്ട വിശ്വാസപരമായി, ആദർശപരമായി, കർമ്മപരമായി അവർ മുന്നോട്ട് പോകേണ്ട ആ ഭദ്രതമായ ആ ചട്ടക്കൂടിന് അനിവാര്യമാണ്. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ കാര്യത്തിൽ അത്തരമൊരു സമീപനം സ്വീകരിക്കാറുള്ളത്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കേരളത്തിൽ ഏകദേശം സമസ്തയോളം പഴക്കമുള്ള, കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ ശിർക്കും കുഫറും ആരോപിച്ച ആളുകളാണ്. ഇത് നമ്മൾ ആരോപിക്കുന്ന കാര്യമല്ല, അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും പ്രഭാഷണങ്ങളിലുമൊക്കെ വ്യാപകമായി ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ഐക്യത്തെക്കുറിച്ച് പറയുന്ന ആളുകൾ, വിഭാഗീയതക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, സമുദായത്തിന്റെ ഭിന്നിപ്പിൽ ഭയപ്പെടുന്ന ആളുകൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട